ടൂൾസിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്. ഏതൊക്കെ ടൂൾസ് ആണെന്നും അതൊക്കെ എവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ച് എനിക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അതുകൊണ്ട് എന്റെ കയ്യിൽ ഏതൊക്കെ ടൂൾസ് ഉണ്ടെന്നും കണ്ടാലോ. ഇതാണ് ഡെബ്യൂറിംഗ് ടൂൾ. കർവ്ഡ് ആയിട്ട് ഷാർപ്പായിട്ട് വരുന്ന ഒരു ടൂളാണ് കേട്ടോ. എഡ്ജസിലെ എക്സ്ട്രാ വരുന്ന റെസിൻസിനെ റിമൂവ് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ ഇത് നമ്മുടെ സാൻഡ് പേപ്പർ ബ്രഷ് ടൈപ്പിലാണ് ഇത് വരുന്നത്. ഒരുപാട് സാൻഡ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. നോർമൽ സാൻഡ് പേപ്പറിന്റെ അത്ര റഫ് അല്ല, യൂസ് ചെയ്യാനും അത്ര വലിയ ഭയങ്കര ഡസ്റ്റും ആണ്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. എന്നും പയഞ്ചൻ എന്ന് പറയുന്ന പോലെ നോർമൽ സാൻഡ് പേപ്പർ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ആവശ്യത്തിന് ചെറിയ പീസ് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. ഇതാണ് റോട്ടറി ടൂൾ. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ. സാൻഡിങ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും എന്തിന് ഹോൾ ഇടാൻ പോലും ഞാൻ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യാം. ഒരുപാട് ഷേപ്പിലുള്ള ബിറ്റ്സ് അവൈലബിൾ ആയതുകൊണ്ട് ഏത് മുക്കും മൂലയും വരെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതിന്റെ കൂടെ കുറച്ച് സാൻഡ് പേപ്പേഴ്സും ഉണ്ട്. ഈ ഒരു ബിറ്റ് യൂസ് ചെയ്ത് ആ സാൻഡ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് സാൻഡ് ചെയ്യാനും പറ്റും. നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് ആദ്യം വാങ്ങി വെക്കും. ഇത് എല്ലാവർക്കും അറിയാൻ മതിയാവല്ലോ, ഹാൻഡ് ഡ്രിൽ. അതിന്റെ കൂടെ തന്നെ ഡ്രിൽ ബിറ്റ്സും അവൈലബിൾ ആണ്. 4 സൈസിലുള്ള ബിറ്റ്സ് അവൈലബിൾ ആണ്. എന്റെ അടുത്ത് നിന്ന് ഏറ്റവും ചെറുതൊന്നും മിസ്സായി പോയിട്ടുണ്ട്. ഈ ഒരു സുനയില് ബിറ്റ്സ് ഇട്ടതിന് ശേഷം ബാക്കിൽ നിന്ന് പുഷ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇലക്ട്രോണിക് ഡ്രിൽ ആണ് നല്ലത്. ഇത്രയും ടൂൾസ് ആണ് എന്റെ കയ്യിലുള്ളത്. ഫ്ലിപ്കാർട്ടിന് കോംബോ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ കിട്ടിയത്. ലിങ്ക് വേണ്ടവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡയറക്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി.